നമസ്കാരം, ഈടി മലയാളത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരു കമ്പനിയിൽ പണം നിക്ഷേപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ കമ്പനിയെ വളർത്തുകയാണോ അതോ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഒരു വലിയ കുഴിയിലേക്ക് വലിച്ചെറിയുകയാണോ? ബിസിനസ് ലോകത്ത് ഇതിനെ വിളിക്കുന്ന പേരാണ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇവർ പണം സമ്പാദിക്കുന്നവരല്ല, മറിച്ച് നിങ്ങളുടെ പണം വിഴുങ്ങുന്നവരാണ്. ഇലക്ട്രിക് വെഹിക്കിൾ വിപണി വളരുന്നു എന്ന് കേട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പുതിയ EV സ്റ്റാർട്ടപ്പിൽ പണം ഇട്ടാൽ അത് അടുത്ത ടാറ്റയാകുമോ അതോ മറിച്ചാണോ സംഭവിക്കുക? പേടിഎമ്മിന്റെ കാര്യം ഓർമ്മയുണ്ടോ? വിപണി വലുതാണ്, പക്ഷെ ലാഭമില്ല. പണം തീർക്കുന്ന ഇത്തരം പ്രശ്നക്കാരായ കുട്ടികളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഒരു പക്ഷേ പാപ്പരായേക്കാം. പണം വാരിക്കൂട്ടുന്ന ഒരു സ്റ്റാർ ആകാൻ പോകുന്ന കമ്പനിയെ കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇന്ന് നിങ്ങളുടെ സമ്പാദ്യം മുഴുവൻ തകർത്ത് കളയാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ മാർക്കിനെ കണ്ടെത്തി എങ്ങനെ ജാഗ്രത പാലിക്കാമെന്ന് പഠിക്കാം. PCG മെട്രിക്സിലെ ഏറ്റവും സങ്കീർണവും എന്നാൽ ഏറ്റവും വലിയ അവസരങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതുമായ വിഭാഗമാണ് ക്വസ്റ്റ്യൻ മാർക്ക്. ചിലപ്പോൾ ഇവയെ പ്രോബ്ലം ചിൽഡ്രൻ എന്നും വിളിക്കാറുണ്ട്. ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ബിസിനസ് ഉടമ എന്ന നിലയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്നതും എന്നാൽ ശരിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഏറ്റവും വലിയ മൾട്ടി ബാഗർ ലാഭം തരുന്നതും ഈ വിഭാഗമാണ്. എന്താണ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്? രണ്ട് പ്രധാന ഘടകങ്ങളാണ് ഇതിനെ നിർവചിക്കുന്നത്. ഒന്ന്, ഹൈ മാർക്കറ്റ് ഗ്രോത്ത്, അതായത് ഉയർന്ന വളർച്ചയുള്ള വിപണി. ആ ഉൽപ്പന്നം നിൽക്കുന്ന വിപണി അതിവേഗം വളരുകയാണ്. ഉദാഹരണത്തിന് AI, ഗ്രീൻ ഹൈഡ്രജൻ, സ്പേസ് ടെക് പോലുള്ളവ. ലോ മാർക്കറ്റ് ഷെയർ ആണ് അടുത്തത്, അതായത് കുറഞ്ഞ വിപണി വിഹിതമായിരിക്കും ഉണ്ടാവുക. വിപണി വളരുന്നുണ്ടെങ്കിലും നിങ്ങളുടെ കമ്പനിക്ക് അവിടെ വലിയ സ്വാധീനം ഉണ്ടാകില്ല. അത്തരം സാഹചര്യങ്ങളിൽ ഈ വിപണിയിൽ ഒന്നാമനാകാൻ കഴിയുമോ അതോ പണം വെറുതെ കളയുകയാണോ എന്ന റിസ്ക് അവിടെ ഉയരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് വിളിക്കുന്നത്. സാമ്പത്തികമായി നോക്കിയാൽ ക്വസ്റ്റ്യൻ മാർക്സ് എപ്പോഴും നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ഉള്ളവരായിരിക്കും. വിപണിയിലെ വമ്പന്മാരോട് മത്സരിക്കാൻ ഇവർക്ക് വലിയ തുക മാർക്കറ്റിംഗിനും ടെക്നോളജിക്കും വേണ്ടി വരും. എന്നാൽ വിപണി വിഹിതം കുറവായതുകൊണ്ട് കയ്യിലേക്ക് വരുന്ന പണം വളരെ കുറവായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ മാർക്കിനെ സ്റ്റാർ ആക്കി മാറ്റാൻ കമ്പനിയുടെ ബാക്കി ലാഭമെല്ലാം ഇതിലേക്ക് ഒഴിക്കേണ്ടി വരും. ഇത് പരാജയപ്പെട്ടാൽ കമ്പനി വലിയ കടക്കണിയിലാകും. ഒരു ക്വസ്റ്റ്യൻ മാർക്കിന്റെ കാര്യത്തിൽ കമ്പനിക്ക് രണ്ട് വഴികളേ ഉള്ളൂ. ഒന്ന്, വലിയ തോതിൽ പണം മുടക്കി വിപണി വിഹിതം പിടിച്ചെടുക്കുക, എന്നിട്ട് ഇതിനെ ഒരു സ്റ്റാർ ആക്കി മാറ്റുക. അതല്ല, വിപണിയിൽ ജയിക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടാൽ കൂടുതൽ പണം കളയാതെ ആ ബിസിനസ് നിർത്തുകയോ വിൽക്കുകയോ ചെയ്യുക. ലളിതമായി പറഞ്ഞാൽ ഭൂരിഭാഗം സ്മോൾ ക്യാപ് കമ്പനികളും BCG മെട്രിക്സിലെ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന വിഭാഗത്തിലാണ് വരുന്നത്. എന്തുകൊണ്ടാണ് സ്മോൾ ക്യാപ് കമ്പനികളെ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് വിളിക്കുന്നതെന്ന് കൃത്യമായ കാരണങ്ങളുണ്ട്. സ്മോൾ ക്യാപ് കമ്പനികൾ വലുപ്പത്തിൽ ചെറുതാണ്. ആ സെക്ടറിലെ വമ്പൻ കമ്പനികളുമായി അഥവാ ബ്ലൂ ചിപ്പ് കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവരുടെ വിപണി വിഹിതം വളരെ കുറവായിരിക്കും. ഇത് ക്വസ്റ്റ്യൻ മാർക്കറ്റിന്റെ പ്രധാന ലക്ഷണമാണ്. ഒരു സ്മോൾ ക്യാപ് കമ്പനി ശരിയായ രീതിയിൽ വളരുകയും വിപണി പിടിച്ചെടുക്കുകയും ചെയ്താൽ അത് ഭാവിയിൽ ഒരു സ്റ്റാർ ആയി മാറും. നിങ്ങളുടെ നിക്ഷേപം 10 ഇരട്ടിയോ 100 ഇരട്ടിയോ ആകുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ്. എന്നാൽ എല്ലാ സ്മോൾ ക്യാപ് കമ്പനികളും ക്വസ്റ്റ്യൻ മാർക്ക് അല്ല. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, വളരുന്ന ഒരു വിപണിയിൽ, ഉദാഹരണത്തിന് ഡ്രോൺ ടെക്നോളജി, ഗ്രീൻ എനർജി പോലുള്ള സെക്ടറുകളിൽ പൊരുതി നിൽക്കുന്ന ചെറിയ കമ്പനികൾ ഭാവിയിൽ സ്റ്റാർ ആകാൻ സാധ്യതയുണ്ട്. ഇവ ക്വസ്റ്റ്യൻ മാർക്കിന് ഉദാഹരണമാണ്. എന്നാൽ വളർച്ചയില്ലാത്ത ഒരു വിപണിയിൽ ലാഭമില്ലാതെ പ്രവർത്തിക്കുന്ന ചെറിയ കമ്പനികൾ ഇവ ഒരിക്കലും വളരില്ല, മറിച്ച് നിങ്ങളുടെ പണം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുക. സിമ്പിളായി പറഞ്ഞാൽ ഹൈ റിസ്ക് ഹൈ റിവാർഡിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കമ്പനികളാണിവ. പ്രധാന നേട്ടങ്ങൾ നോക്കിയാൽ ക്വസ്റ്റ്യൻ മാർക്സ് എപ്പോഴും അതിവേഗം വളരുന്ന വിപണികളിലാണ്. ഉദാഹരണത്തിന് AI, EV, ഗ്രീൻ എനർജി പോലുള്ള വിഭാഗത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഭാഗത്തിലുള്ള കമ്പനികൾക്ക് ഭാവിയിൽ വലിയ തോതിൽ വളരാൻ സാധിക്കും. ശരിയായ നിക്ഷേപം, കൃത്യമായ തന്ത്രം ഉണ്ടെങ്കിൽ ഇവയ്ക്ക് വിപണി പിടിച്ചെടുക്കാനും ഒരു സ്റ്റാർ ഉൽപ്പന്നമായി മാറാനും സാധിക്കും. ഇത് നിക്ഷേപകർക്ക് കോടികളുടെ ലാഭം നൽകും. ഈ വിഭാഗത്തിലെ കമ്പനികൾ പുതിയ സാങ്കേതിക വിദ്യകളും ആശയങ്ങളും പരീക്ഷിക്കുന്നവരായിരിക്കും. ഇത് വിപണിയിൽ പുതിയ ട്രെൻഡുകൾ സൃഷ്ടിക്കാൻ അവരെ സഹായിക്കുന്നു. ഇവ പലപ്പോഴും തുടക്കഘട്ടത്തിലോ അല്ലെങ്കിൽ വിപണി വിഹിതം കുറഞ്ഞ അവസ്ഥയിലോ ആയതുകൊണ്ട് ഓഹരി വിപണിയിലാണെങ്കിൽ ഇവയുടെ മൂല്യം കുറവായിരിക്കും. പിൽക്കാലത്ത് വലിയ വളർച്ച ഉണ്ടാകുമ്പോൾ അത് വൻ ലാഭമായി മാറും. എന്നാൽ ഓർക്കേണ്ടത്, എല്ലാ ക്വസ്റ്റ്യൻ മാർക്കുകളും സ്റ്റാർ ആകണമെന്നില്ല. വലിയ എതിരാളികളോട് പൊരുതി തോറ്റാൽ ഇവ പെട്ടെന്ന് തന്നെ ഡോഗ് അഥവാ ലാഭമില്ലാത്തതും വളർച്ചയില്ലാത്തതുമായ അവസ്ഥയിലേക്ക് പോയേക്കാം. നിങ്ങളുടെ നിക്ഷേപം പൂർണ്ണമായും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. വിപണി വളരുന്നത് കൊണ്ട് നിരവധി പുതിയ കമ്പനികൾ ഈ രംഗത്തേക്ക് വരും. ഓരോ ദിവസവും പുതിയ എതിരാളികൾ വരുന്നത് ക്വസ്റ്റ്യൻ മാർക്കുകളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാം. ഇവ ലാഭം ഉണ്ടാക്കുമോ ഇല്ലയോ എന്ന് ആർക്കും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ഇവയുടെ ഭാവി പൂർണ്ണമായും വിപണിയുടെ സാഹചര്യങ്ങളെയും മാനേജ്മെന്റിന്റെ തീരുമാനങ്ങളെയും ആശ്രയിച്ചിരിക്കും. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ മാർക്ക് വിഭാഗത്തിലെ കമ്പനികളെ തിരിച്ചറിയുന്നത്? മാർക്കറ്റ് ഷെയർ തന്നെയാണ് ആദ്യത്തെ ഫാക്ടർ. ഒരു കമ്പനി അതിന്റെ വിപണിയിൽ ഒരു ചെറിയ പ്ലെയർ മാത്രമായിരിക്കും. വലിയ കമ്പനികളോട് പൊരുതി നിൽക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലായിരിക്കും ഇവർ. ഉദാഹരണത്തിന് EV വിപണിയിലെ പുതിയ സ്റ്റാർട്ടപ്പുകൾ. പ്രോഫിറ്റബിലിറ്റി ആൻഡ് ക്യാഷ് ഫ്ലോ ആണ് ശ്രദ്ധിക്കേണ്ട അടുത്ത ഫാക്ടർ.
ക്വസ്റ്റ്യൻ മാർക്കിലുള്ള കമ്പനികൾക്ക് വരുമാനം കുറവായിരിക്കും, എന്നാൽ ചിലവ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ മിക്കപ്പോഴും നഷ്ടത്തിലായിരിക്കും. ഇവർക്ക് നിലനിൽക്കാനായി പുറത്തു നിന്ന് ഫണ്ട് ആവശ്യമായി വരും. ക്വിക്ക് കൊമേഴ്സിലെ സെപ്റ്റോയുടെ കാര്യം നോക്കിയാൽ സെപ്റ്റോ ഉള്ള വിപണി വളരുന്നുണ്ടെന്ന് കാണാം. പക്ഷെ ബ്ലിങ്കിറ്റിനോടും സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിനോടും മത്സരിക്കേണ്ടി വരുന്നുണ്ട്. അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇത് ഭാവിയിൽ സ്റ്റാർ ആകുമോ എന്നത് വലിയൊരു ചോദ്യമാണ്. എങ്ങനെയാണ് ഇനി ഇത്തരം കമ്പനികളെ കണ്ടുപിടിക്കുന്നത്? ഹൈ ഗ്രോത്ത് റേറ്റ് മോർ ദാൻ 10% ആണെങ്കിൽ, അതായത് ആ ബിസിനസ് മേഖല വർഷം തോറും 10% വളരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഹൈ ഗ്രോത്ത് ആണ്. റിലേറ്റീവ് മാർക്കറ്റ് ഷെയർ ലെസ് ദാൻ 1.0 ആണോ എന്ന് നോക്കുക. ആ മേഖലയിലെ ഏറ്റവും വലിയ കമ്പനിയേക്കാൾ കുറഞ്ഞ വിഹിതമാണോ ഈ കമ്പനിക്കുള്ളത് എന്ന് പരിശോധിക്കുക. ആണെങ്കിൽ അത് ലോ ഷെയർ ആണ്. ഈ രണ്ട് ഉത്തരങ്ങൾക്കും അതെ എന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ പ്രൊജക്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആണെന്ന് മനസ്സിലാക്കാം. ഇന്ത്യൻ വിപണിയിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് BCG മെട്രിക്സ് പ്രകാരം ബിസിനസ് യൂണിറ്റിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ജിയോ ഫിനാൻഷ്യൽ സർവീസസ്. റിലയൻസ് എന്ന വലിയ സാമ്രാജ്യത്തിന്റെ ഭാഗമാണെങ്കിലും ഈ പ്രത്യേക ബിസിനസ് നിലവിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വിഭാഗത്തിലാണ് വരുന്നത്. അതിനുള്ള കാരണങ്ങൾ ഇനി പറയുന്നവയാണ്. കാരണം ഇന്ത്യയിലെ ഫിൻടെക്, ഡിജിറ്റൽ ലോൺ, ഇൻഷുറൻസ് മേഖലകൾ അതിവേഗം വളരുകയാണ്. ആളുകൾ ഡിജിറ്റൽ പേയ്മെന്റുകളിലേക്കും ഓൺലൈൻ വായ്പകളിലേക്കും മാറുന്നതുകൊണ്ട് ഈ മേഖലയ്ക്ക് വലിയ ഭാവി സാധ്യതയുണ്ട്. മാത്രമല്ല, നിലവിൽ ഈ മേഖലയിൽ ബജാജ് ഫിൻസർവ്, പേടിഎം, HDFC ബാങ്ക് തുടങ്ങിയ വമ്പൻ സ്രാവുകളുണ്ട്. ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് ഈ രംഗത്തേക്ക് വന്നിട്ട് അധിക കാലമായിട്ടില്ല. അതിനാൽ നിലവിൽ അവർക്ക് വിപണിയിൽ വളരെ ചെറിയ വിഹിതം മാത്രമാണുള്ളത്. എന്തുകൊണ്ട് ഇതൊരു ക്വസ്റ്റ്യൻ മാർക്കായി? ജിയോയുടെ കയ്യിൽ കോടിക്കണക്കിന് മൊബൈൽ ഉപഭോക്താക്കളുണ്ട്. ഈ ഉപഭോക്താക്കളെ ഉപയോഗിച്ച് അവർക്ക് ഫൈനാൻസ് മേഖല കീഴടക്കാൻ കഴിയുമോ എന്നതാണ് ഇവിടുത്തെ പ്രധാന ചോദ്യം. വിജയിച്ചാൽ അവർ ഈ മേഖലയിലെ സ്റ്റാർ ആയി മാറും. പരാജയപ്പെട്ടാൽ വലിയ നിക്ഷേപം നടത്തിയിട്ടും ലാഭമുണ്ടാക്കാൻ കഴിയാതെ അതൊരു ഡോഗായി മാറും. അവസാനമായി നിങ്ങൾക്ക് എങ്ങനെ ഇത്തരം കമ്പനികളെ കണ്ടെത്താമെന്ന് മനസ്സിലാക്കാം. Screener.inൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റോക്ക് അനാലിസിസ് ടൂളുകൾ ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ മാർക്ക് കമ്പനികളെ കണ്ടെത്താൻ നേരിട്ടൊരു ബട്ടൺ ലഭ്യമല്ല. എന്നാൽ BCG മെട്രിക്സിന്റെ തത്വങ്ങൾ ഹൈ മാർക്കറ്റ് ഗ്രോത്ത് പ്ലസ് ലോ മാർക്കറ്റ് ഷെയർ ഫിൽട്ടറുകളായി നമുക്ക് നൽകാൻ സാധിക്കും. സെയിൽസ് ഗ്രോത്ത് 3 years or 5 years greater than 15%. അതായത് വിപണിയിൽ ഈ ഉൽപ്പന്നങ്ങൾക്ക് വലിയ ആവശ്യമുണ്ടെന്നാണ് ഇത് കാണിക്കുന്നത്. അതായത് ഹൈ ഗ്രോത്ത് മാർക്കറ്റ്. പ്രോഫിറ്റ് ഗ്രോത്ത് 3 years ലെസ് ദാൻ 5% ആണ് ഇനി കൊടുക്കാൻ തക്കുവരി. സെയിൽസ് നടക്കുന്നുണ്ടെങ്കിലും കമ്പനി വലിയ ലാഭം ഉണ്ടാക്കുന്നില്ല. ഇതിനർത്ഥം വിപണി പിടിച്ചെടുക്കാൻ വേണ്ടി പരസ്യം ചെയ്യാനോ വിപുലീകരിക്കാനോ വലിയ തുക ചിലവാക്കുന്നു എന്ന് തന്നെയാണ്. ഇതൊരു ക്വസ്റ്റ്യൻ മാർക്കിന്റെ ലക്ഷണമാണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ലെസ് ദാൻ 5,000 crore. കമ്പനി നിലവിൽ ചെറുതാണ്. അതായത് വിപണിയിലെ വമ്പന്മാരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവർക്ക് ലോ മാർക്കറ്റ് ഷെയർ ആണുള്ളത്. ഡെപ്റ്റ് ടു ഇക്വിറ്റി ലെസ് ദാൻ 1. കമ്പനിക്ക് വലിയ കടബാധ്യത ഇല്ല എന്ന് ഉറപ്പുവരുത്താനാണിത്. കടം കൂടിയാൽ അത് ഡോഗ് കാറ്റഗറിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഫിൽട്ടർ ചെയ്ത ശേഷം വരുന്ന ലിസ്റ്റിലെ കമ്പനികളെ ഇനി പറയുന്ന രീതിയിൽ പരിശോധിക്കുക. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ് ആദ്യത്തേത്. കമ്പനി പുതിയ സാങ്കേതിക വിദ്യയിലാണോ നിക്ഷേപിക്കുന്നത്? ഉദാഹരണത്തിന് ഡ്രോണുകൾ, ഗ്രീൻ എനർജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതലായവ. കോമ്പറ്റേറ്റേഴ്സിനെ നോക്കുക. ആ മേഖലയിലെ വമ്പൻ കമ്പനികൾ ആരാണെന്ന് നോക്കുക. അവരുടെ വിപണി വിഹിതം പിടിച്ചെടുക്കാൻ ഈ ചെറിയ കമ്പനിക്ക് സാധിക്കുമോ എന്ന് വിലയിരുത്തുക. ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് അടുത്ത് നോക്കേണ്ടത്. കമ്പനി പുതിയ ഫാക്ടറികളോ പ്രൊജക്ടുകളോ പണിയുന്നുണ്ടോ എന്ന് ബാലൻസ് ഷീറ്റിൽ നോക്കുക. ക്വസ്റ്റ്യൻ മാർക്ക് കമ്പനികൾ നിക്ഷേപിക്കുന്നത് റിസ്ക് ആണ്. കാരണം അവ ഒന്നുകിൽ വലിയ വിജയമായി മാറാം, അല്ലെങ്കിൽ പരാജയപ്പെട്ട് പണം നഷ്ടപ്പെട്ടേക്കാം. ബിസിനസ് ലോകത്ത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എന്നത് വലിയൊരു അവസരവും അതോടൊപ്പം വലിയൊരു റിസ്കുമാണ്. നിക്ഷേപകർ എന്ന നിലയിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കമ്പനി എങ്ങനെ തങ്ങളുടെ വിപണി വിഹിതം വർദ്ധിപ്പിക്കുന്നു എന്ന് നിരീക്ഷിക്കുകയാണ് വേണ്ടത്. ഒരു ബിസിനസിന്റെ ഭാവി ഭാഗ്യ പരീക്ഷണമാണ് ക്വസ്റ്റ്യൻ മാർക്ക്. ശരിയായ സമയത്ത് ശരിയായ നിക്ഷേപം നടത്തിയാൽ അവ നാളത്തെ വിപണി നിയന്ത്രിക്കുന്ന ശക്തികളായി മാറും. എന്നാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവ വെറും നഷ്ടക്കച്ചവടമായി അവസാനിക്കുകയും ചെയ്യും. അതിനാൽ ഇത്തരം കമ്പനികളെ കൃത്യമായി പഠിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്കറിയാവുന്ന ക്വസ്റ്റ്യൻ മാർക്ക് കമ്പനികളെ കമന്റ് ചെയ്യൂ.